ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അവർ തമ്മിൽ പരിചയപ്പെടുത്തലൊക്കെ നടക്കുകയാണ്. പേര് പറഞ്ഞു, പിന്നെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്തായാലും ഈ മത്സരത്തിൽ തങ്ങൾ തന്നെ വിന്നാവുമെന്ന് അവർ ഉറപ്പാക്കി. ഫസ്റ്റ് പ്രൈസ് തങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് റൗണ്ട് ഭാര്യ ഭർത്താക്കന്മാരിൽ ഭാര്യയുടെ കഴിവുകൾ എന്താണെന്ന് വന്ന് പറയണം. ആ കഴിവുകൾ എന്താണോ അത് അവിടെ സ്റ്റേജിൽ കാണിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഓരോരോ ഐറ്റങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തു. ശ്രുതി താൻ ബ്യൂട്ടീഷ്യനാണെന്ന് അവകാശപ്പെട്ടു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ അങ്ങോട്ടേക്ക് വിളിച്ച് നല്ല സുന്ദരിയായി തന്നെ മേക്കപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ വർഷ മെയിൻ പരിപാടി ഡബ്ബിംഗ് ആണല്ലോ. അങ്ങനെ തൻ്റെ അമ്മായിയമ്മയുടെ ശബ്ദത്തിലും ഭർത്താവിൻ്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നുണ്ട്. പിന്നീട് രേവതിയുടെ ഊഴമായിരിക്കും. രേവതിക്കാണെങ്കിൽ ആകപ്പാടെ അറിയാവുന്നതും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതും പൂക്കെട്ടലായിരുന്നു. അങ്ങനെ രേവതി കണ്ണ് കെട്ടിക്കൊണ്ട് പൂക്കെട്ടു. അങ്ങനെ ആദ്യത്തെ റൗണ്ടൊക്കെ അതിഗംഭീരമായി തന്നെ നടന്നു. ആ സമയത്ത് ശ്രുതി ചിന്തിക്കുന്നത് തൻ്റെ ഭാര്യ ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും തനിക്കും ഭാര്യയ്ക്കും തന്നെയായിരിക്കും ഈ സമ്മാനം കിട്ടാൻ പോകുന്നത് എന്ന് ശ്രുതി മനസ്സിൽ കരുതി. അതിൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു ശ്രുതി. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി വന്നിട്ട് അവതാരകയോട് ചോദിക്കുന്നുണ്ട്, ഈ 1,00,000 രൂപ ക്യാഷ് ആയിട്ടാണോ അതോ ഇനി ചെക്കായിട്ടാണോ തരുന്നത് എന്ന്. ഇനിയിപ്പോൾ അതിന് ടാക്സ് വല്ലതും ഈടാക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. കാരണം മത്സരം പകുതി പോലും ആയിട്ടില്ല. വിന്നർ ആരാണെന്ന് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ പ്രൈസ് മണി തനിക്ക് കിട്ടിയ മട്ടിലാണ് ശ്രുതിയുടെ സംസാരമൊക്കെ. അതെ സർ, അവിടെ പോയിരിക്ക്, ജയിച്ചു കഴിയുമ്പോഴൊക്കെ അതങ്ങ് തന്നോളും എന്നൊക്കെ പറഞ്ഞ് അവർ ശ്രുതിയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് തുടങ്ങി. സെക്കൻഡ് റൗണ്ടിൽ ഭാര്യയുടെ കൈ പിടിച്ച് ഭർത്താവ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അങ്ങനെ പരസ്പരം അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വന്ന് പറയണം. അപ്പോൾ അവിടെ ജഡ്ജിങ് പാനൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു റിട്ടയർമെൻറ്റ് ജഡ്ജുണ്ട്, പിന്നെ ഒരു റൈറ്ററുമുണ്ട്. അവരാണ് ആർക്ക് പ്രൈസ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കപ്പിൾസിനെ തിരഞ്ഞെടുക്കാനാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവർ ഒറിജിനൽ ബെസ്റ്റ് കപ്പിൾസ് ആണോ അല്ലയോ എന്നൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റൊക്കെ അവിടെ ആ ഒരു വേദിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് ശ്രുതിക്കും ശ്രുതിക്കുമായിരുന്നു. രണ്ടുപേരും കൂടി അവിടെ സ്റ്റേജിൽ കയറിയിരുന്നു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ശ്രുതിയുടെ കയ്യിലേക്ക് ശ്രുതി പിടിച്ചു. പിന്നീട് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇത്രമാത്രം മനോഹരമായത്. ഒരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുന്ന സമയത്താണ് നീ എൻ്റെ ലൈഫിലേക്ക് വന്നത്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരുന്നു. നീ കാരണമാണ് എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്ത് നീ വന്നതുകൊണ്ട് മാത്രമാ. അല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ശ്രുതി ഉണ്ടാവില്ലായിരുന്നു. ഇതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിന് ശ്രുതിയെ കുറേയധികം പുകഴ്ത്തി സംസാരിക്കാട്ടോ ശ്രുതി. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നീട് ശ്രുതി പറഞ്ഞു, നീയും ഞാനും തമ്മിലുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു അടുപ്പമല്ല. നമ്മൾ തമ്മിൽ അത്രമാത്രം ഒരു ആത്മബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളും നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നിൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും ഓരോ ഒളിയും മറയുമില്ലാതെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ആകപ്പാടെ മാറി വരുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ കള്ളത്തരമാണല്ലോ അവൾ തന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത്. തൻ്റെ കല്യാണം മുൻപ് കഴിഞ്ഞ കാര്യവും അതിൽ ആദി എന്നൊരു മകനുണ്ട് എന്ന കാര്യമൊന്നും തന്നെ ശ്രുതിക്കറിയില്ലല്ലോ. ശ്രുതി വിചാരിക്കുന്നത് തന്നോട് ശ്രുതി എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പരസ്പരം ഒളിയോ മറയോ ഒന്നും പാടില്ല. കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. എപ്പോഴാണെങ്കിലും ശരി. ശ്രുതി ജോലിക്ക് പോയിട്ട് വരുന്നതിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം അന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നോടെല്ലാം തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യമാണ് എന്ന് പറയാൻ വന്നപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചു. ഏയ് വേണ്ട എന്ന് പറഞ്ഞ് തടയാണ്. ആ സമയത്ത് എല്ലാവരും ഒന്ന് നിശബ്ദരായി. പിന്നീട് ശ്രുതി പറഞ്ഞു, എനിക്കറിയാം ശ്രുതി, ശ്രുതി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇവിടെ വന്നപ്പോൾ എനിക്കത് ഒന്നുകൂടെ വ്യക്തമായി. അത്രമാത്രം സ്നേഹത്തോടെയാണ് ശ്രുതി എന്നെ കൊണ്ടു നടക്കുന്നത്. ഇതിന് നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നപ്പോൾ ശ്രുതി ആ കണ്ണീരൊക്കെ ഒപ്പിക്കൊടുക്കുകയാണ്. അവരുടെ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഊഴം വർഷവും ശ്രീകാന്തുമാണ്. ഈ സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ കൈയടിക്കുന്നുണ്ട്. രേവതി സച്ചിയോട് പറഞ്ഞു, കൊള്ളാലേ, സൂപ്പറായിട്ടുണ്ട്. ശ്രുതിയുടെയും ശ്രുതിയുടെയും പെർഫോമൻസ് നന്നായി എന്ന് സച്ചിയും ശരിവെച്ചു.
പിന്നീട് വിളിച്ചത് വർഷയും ശ്രീകാന്തിനെയുമായിരുന്നു. അവരങ്ങോട്ടേക്ക് കയറി ചെന്നു. വർഷയുടെ കൈയും പിടിച്ച് ശ്രീകാന്ത് സംസാരിക്കാൻ തുടങ്ങി. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എത്ര മനോഹരമായതെന്നറിയോ? നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇത്രമാത്രം മനോഹരമായത്. അതുമാത്രല്ല, നിന്റെ വീട്ടുകാരെ പോലും എതിർത്ത് എന്നോടൊപ്പം ഇറങ്ങി വന്നവളാണ് നീ. എനിക്ക് പോലും അത്രയൊന്നും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നിനക്ക് നല്ല ധൈര്യമായിരുന്നു. പിന്നെ നിന്നെ ഞാൻ കാണുന്ന വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നീ ആരുടെ മുഖത്തും നോക്കാതെ ന്യായം എന്ത് തോന്നുന്നോ ആ ഭാഗത്ത് നിൽക്കും. സത്യസന്ധമായിട്ട് എവിടെ നീതിയുണ്ടോ അവിടെ നീ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണ് നിന്നിൽ എനിക്ക് കാണാവുന്ന ഏറ്റവും നല്ല കാര്യം. പിന്നെ എന്ത് വേദന വന്നാലും നീ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അതിനുശേഷം പറയുന്നുണ്ട്, അതെ, ഞങ്ങളും 3 മക്കളാണ്. എനിക്കും അതുപോലെ തന്നെ 3 മക്കൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നീ സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ വർഷ ഒരു നിമിഷമൊന്നും മിണ്ടിയില്ല. ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വർഷ. അതിനുശേഷം പറഞ്ഞു, എന്തൊക്കെ ശ്രീകാന്ത് നീ ഈ പറയുന്നത്? ഇതൊരു സ്റ്റേജാണെന്ന് ഓർക്കണം. ഇതൊക്കെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണിത്. ഇത് കേട്ടപ്പോൾ തന്നെ സച്ചി രേവതിയോട് മെല്ലെ പറഞ്ഞു, ഇവർ ഇവിടെ വെച്ച് അടി കൂടുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ. രേവതിക്കും അത്ഭുതമായിരുന്നു. ഇതെന്താ ഇവരിങ്ങനെയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവളും ആകെ ടെൻഷനാണ്. ആ സമയത്തന്നെ ശ്രീകാന്ത് പറയുന്നത്, വർഷേ, ഇത് സ്റ്റേജാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ അഭിപ്രായം കൂടി നീ മാനിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണ്ടേ നീ ഒരു കാര്യം തീരുമാനമെടുക്കാൻ. പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഒടുവിൽ വർഷ പറഞ്ഞു, ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു നല്ല ആർഗ്യുമെൻ്റാണ്, അല്ലാതെ വഴക്കുണ്ടാക്കുന്നതൊന്നുമല്ല. അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോന്നു. എല്ലാവരും കൈയടിച്ചു. പക്ഷേ രേവതിക്കും സച്ചിമുക്കുമൊക്കെ നല്ല ടെൻഷനുണ്ടായിരുന്നു. ഇനി അടുത്തത് അവരുടെ ഊഴമാണ്. ഒടുവിൽ അവരുടെ പേരും വിളിച്ചു. സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവർ നല്ല ടെൻഷനിലാണ്. സ്റ്റേജിൽ പോയിരുന്ന് രേവതിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ സച്ചി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയണമെന്ന് സച്ചിക്കുണ്ടായിരുന്നു. സച്ചി ആദ്യം രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒന്നും പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സ്വപ്നങ്ങളാണ്. നമുക്ക് റൂം പണിയണം. അങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങളുണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് നേടിയെടുക്കണം. അല്ല, നിനക്ക് എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ എന്താ തോന്നുന്നേ എന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, എനിക്ക് സച്ചിയേട്ടനെ കാണാൻ പറ്റും. സച്ചിയേട്ടൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി തന്നെ അവരുടെ ആ ഒരു സംസാരം തന്നെ ശ്രദ്ധിച്ചിരുന്നു. ആ സമയം അവതാരിക വന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങളിങ്ങനെ കണ്ണിൽ നോക്കിയിരിക്കുകയല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണം. പെട്ടെന്ന് തന്നെ സച്ചി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും രേവതി സച്ചിയുടെ കൈയങ്ങ് പിടിച്ചു പറഞ്ഞു, ഞാൻ പറയാം സച്ചിയേട്ടാ. പിന്നീട് രേവതിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം സച്ചിയേട്ടനെ കാണുന്ന സമയത്ത് പുള്ളി ഒരാളെ തല്ലുകയായിരുന്നു. അന്ന് ഞാൻ കരുതി ഇയാൾ വലിയ ഗുണ്ടയാണെന്ന്. എനിക്കന്ന് ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നീട് ഞാൻ സച്ചിയേട്ടനെ കാണുന്നത് എൻ്റെ കല്യാണത്തിനാണ്. അന്ന് ആ താലി കെട്ടാൻ വേണ്ടി ഞാൻ തല കുനിച്ചു കൊടുത്തു. പക്ഷേ അന്ന് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇങ്ങനൊരു ഗുണ്ടയുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ജീവിതം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടനൊരു പാവമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ച് കാലം വേണ്ടി വന്നു. ഞങ്ങൾക്കിടയിൽ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങൾ അത്രമാത്രം സ്നേഹത്തിലാണ്. സച്ചിയേട്ടനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സച്ചിയേട്ടൻ. ചിലപ്പോൾ എനിക്കെൻ്റെ സച്ചിയേട്ടനിൽ എൻ്റെ അച്ഛനെ കാണാൻ പറ്റും. എൻ്റെ അച്ഛൻ തന്ന അത്രയും സ്നേഹം സച്ചിയേട്ടൻ എനിക്ക് തരുന്നുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ സ്നേഹവും എനിക്ക് തരുന്നു. അതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് ഒന്നും വേണ്ട. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ സച്ചിയേട്ടൻ തന്നെയാണ്. രേവതി ഇത് പറഞ്ഞപ്പോൾ സച്ചിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. തൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായി. പക്ഷേ സച്ചിയേട്ടൻ്റെ കൂടെ വന്ന ശേഷം ആ കുറവ് താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ശ്രുതിയും ശ്രുതിയുമൊക്കെ അന്തം വിട്ടുപോയി. എല്ലാവരും കൈയടിക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിയോട് ചോദിച്ചു, ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ആളുകൾ കൈയടിക്കുന്നത്? പക്ഷേ സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രുതിക്കും ഒന്നും തന്നെ പിടികിട്ടിയില്ല. പ്രൈസ് ഇനി ഇവർക്കെങ്ങാനും പോകുമോ എന്നൊരു പേടി അവരുടെ മനസ്സിൽ തോന്നി. പക്ഷേ ശ്രീകാന്തിനും വർഷക്കും അവരുടെ പെർഫോമൻസ് എല്ലാം കണ്ടിട്ട് ഒരുപാടധികം സന്തോഷമായി. ആ പ്രസംഗം കഴിഞ്ഞ് ഹാൾ മുഴുവൻ കരഘോഷം കൊണ്ട് നിറഞ്ഞു. സച്ചിയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. രേവതിയുടെ കൈകളിൽ അവർ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് സ്റ്റേജിലിരുന്ന ജഡ്ജസിൻ്റെയും അവിടെ കൂടിയിരുന്നവരുടെയും മനസ്സിൽ സച്ചിയും രേവതിയും ഒന്നാമതെത്തി എന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കാനുള്ള സമയമായി. സൈക്കോളജിസ്റ്റും റിട്ടയർമെൻറ്റ് ജഡ്ജും കുറച്ചു നേരം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തു. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് കോട്ടിൻ്റെ കോളർ ശരിയാക്കി അഹങ്കാരത്തോടെ നിന്നു.
താൻ നേരത്തെ തന്നെ ചോദിച്ച ആ 1,00,000 രൂപയുടെ ചെക്ക് ഇപ്പോൾ തന്നെ കയ്യിൽ കിട്ടുമെന്നായിരുന്നു സുധിയുടെ വിശ്വാസം. അവതാരിക മൈക്ക് കയ്യിലെടുത്തു. ഈ മത്സരത്തിൽ ഓരോ ദമ്പതികളും അവരുടേതായിട്ടുള്ള രീതിയിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ദാമ്പത്യം എന്നത് വെറും ഒരു പ്രകടനമല്ല, അത് പരസ്പരമുള്ള തിരിച്ചറിവാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത് സച്ചിയും രേവതിയുമാണ്. ഈ വർഷത്തെ ബെസ്റ്റ് കപ്പിൾ അവാർഡ് സച്ചിക്കും രേവതിക്കും തന്നെയാണ്. ഇത് വിളിച്ചു പറയുന്നതോടുകൂടി തന്നെ ഹാളെല്ലാം അങ്ങ് ഇളകി മറിഞ്ഞു. വർഷയും ശ്രീകാന്തും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്നാൽ ശ്രുതിയും ശ്രുതിയുടെയും മുഖം ആകെ ഇരുണ്ടു. ശ്രുതി ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഇതെന്ത് വിധി, ഇതൊന്നും ശരിയല്ല എന്ന് അവൻ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ശ്രുതി ആട്ടെ സച്ചിയുടെയും രേവതിയുടെയും ആത്മബന്ധം കണ്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന തൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഓർത്ത് ആകെ തളർന്നു പോയിരുന്നു. സമ്മാനമായി കിട്ടിയ 1,00,000 രൂപയുടെ ചെക്കുമായി സച്ചിയും രേവതിയും താഴെ ഇറങ്ങിയപ്പോൾ ശ്രുതി അവരുടെ മുന്നിലേക്ക് തടസ്സമായി നിന്നു. എടാ സച്ചി, നീ വലിയ അഭിനയം കാഴ്ചവെച്ച് ഈ പൈസ അങ്ങ് തട്ടിയെടുത്തുവല്ലേ? നിന്റെ ഈ ഗുണ്ടാ പശ്ചാത്തലമൊക്കെ മറച്ചുവെച്ച് നീ വലിയ പുണ്ണാളനാവാൻ കളിച്ച് ആരും വിശ്വസിക്കില്ല, ശ്രുതി പുച്ഛത്തോടെ പറഞ്ഞു. സച്ചി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ശാന്തനായി പറഞ്ഞു, ശ്രുതി, ജീവിതം എന്ന് പറയുന്നത് 1,00,000 രൂപയുടെ ചെക്കിലല്ല, അത് കൂടെയുള്ള ആളെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ്. നിന്റെ കയ്യിൽ പണം ഉണ്ടാവാം, പക്ഷേ സമാധാനം സ്നേഹവും ഉണ്ടോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. സച്ചിയുടെ വാക്കുകൾ കേട്ടതും ശ്രുതിയുടെ മുഖം അങ്ങ് വിളറി. തൻ്റെ ഭൂതകാലമെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാണിക്കുന്ന സ്നേഹമെല്ലാം തന്നെ അപ്പോൾ തന്നെ ഇല്ലാതാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ശ്രുതിയെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയി. പുറത്തിറങ്ങിയപ്പോൾ സച്ചി രേവതിയെ നോക്കി. എടി രേവതി, നീ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്നെ ശരിക്കും അച്ഛനെ പോലെയാണോ കാണുന്നത്? രേവതി സച്ചിയുടെ തോളിൽ തലചായ്ച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. സച്ചിയേട്ടാ, പണ്ട് താലി കെട്ടിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തല്ലാനും തലോടാനും എല്ലാത്തിനും സച്ചിയേട്ടനുണ്ട്. നമുക്ക് ഈ പൈസ കൊണ്ട് ആ റൂമിൻ്റെ പണി തീർക്കണം, അതാണ് എൻ്റെ സ്വപ്നം. സച്ചി ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. അമ്മാവ, നിങ്ങളുടെ മകളുടെ ഞാൻ പൊന്നുപോലെ നോക്കിക്കളാം. അങ്ങനെ അന്ന് രാത്രി അവർ തങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി. അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. സച്ചിയുടെ വാക്കുകളിൽ നിന്നും ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയെ പറ്റിയിട്ട് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ടെന്ന് മാത്രമല്ല, ശ്രുതിയുടെ ഭൂതകാലത്തിലേക്ക് ശ്രുതി നുഴഞ്ഞു കയറുന്ന ഒരു അടിപൊളി സൂപ്പർ സീനൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.